ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തെച്ചുവാവേനെ റെഡിയാക്കി അംഗനവാടിയിലേക്ക് വിട്ട ശേഷം ഞാൻ റെഡിയായി വേഗം പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ്. ഗസീബോ ഹെറിറ്റേജിലായിരുന്നു കൊളപ്പുള്ളിയിലുള്ളത്. അവിടെ ചെന്ന് നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സാരിയാണ്. അവിടുത്തെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ കല്യാണത്തിൽ പങ്കെടുത്തു. എന്താ പറയുക, നല്ല ഓഡിറ്റോറിയം കാരണം കൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചത്. തന്നെ ചെറിയ രീതിയിലൊരു വ്ളോഗിങ്ങിലും എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് സ്നേഹ ആൻഡ് ദ ഗ്രൂം അരുൺ. എൻ്റെ +2 ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് ഒരുമിച്ച് പഠിച്ചത്. പക്ഷേ ഇവിടുത്തെ ലുക്ക്, എനിക്കിവിടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞാൻ ദച്ചുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം ദച്ചുവിനെ ഞാൻ അംഗനവാടിയിലേക്ക് വിട്ട ശേഷം അവിടെ ഒരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആണ് അവിടെ എന്നെ കൂട്ടാതിരുന്നത്. അപ്പോൾ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് ഇട്ട് കൊടുത്തത്. ഇവിടെ കണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു പഴമയും പുതുമയും ഒക്കെ പാടെ ഫീൽ ചെയ്യണ ഒരു ടൈപ്പ് ഒരു ഓഡിറ്റോറിയം ആയിരുന്നു. ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. അപ്പോൾ ബ്രൈഡും ഗ്രൂമൊക്കെ ഇതാ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അവിടെയൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. ഫുൾ എന്താ പറയുക, ഒരു കാടിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് അവർ ബോയ്സ് ഗേൾസ് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്രണ്ട്സ്, ഇതൊക്കെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കണതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കണേ. ഫുഡ് കഴിക്കുന്ന ഹാളിൻ്റെ ഫ്രണ്ടിലാണ്. അവിടുന്ന് ഞങ്ങൾ വിട്ടില്ല, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അംഗനവാടിയിൽ കണ്ടോ, ഇതാണ് പരിപാടി. അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അതാണ് ഫുഡ് കഴിക്കുന്ന ഹാള്. അപ്പം ഞാൻ കുറച്ച് ഷോർട്സ് എടുത്തു. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു നല്ല നല്ല ലുക്ക്. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ ഓരോരോ സംഭവങ്ങളായിരുന്നു. അത്രയും അടിപൊളി പ്ലേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ മോർണിങ്ങിനൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഇരുന്ന്. ചെറിയൊരു ഹാളാണെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാരെ കയറ്റാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ അതും ഇതേപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടായിരുന്നു. നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നേരെ നല്ല ഒരു ഫ്രഷ് എയറൊക്കെ കിട്ടി. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വ്യൂസായിരുന്നു. അവിടെ നിന്ന് നമ്മൾക്ക് അങ്ങോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ, ഫുള്ളി ഗ്രീനി ആയി. 2 തരം പായസം കൂട്ടി ഫുഡ് കഴിച്ച് നേരെ പുറത്തേക്ക് കഴിക്കണതിൻ്റെ അവിടെ നിന്ന് നേരെ കാണുന്ന ഒരു ഭാഗത്താണ് കേട്ടോ. ആ ഒരു ഇത് കണ്ടോ, അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് നേരെ കാണുന്നത് ഇങ്ങനെയാണ്. എന്ത് രസമായിരുന്നു കാണാമെന്നറിയോ. ഫുള്ള് സെറ്റ്, അടിപൊളി. എന്തായാലും അവിടെ പിന്നെ ഓഡിറ്റോറിയം ഒന്ന് മാത്രമല്ല കേട്ടോ, ഇതൊന്ന്, പിന്നെ തൊട്ടപ്പുറത്ത് വേറൊന്നുണ്ട്, പിന്നെ ഒരു മിനി ഹാളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞ് ഫങ്ഷനൊക്കെ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ് ഗസീബോ ഹെറിറ്റേജ്. കൊളപ്പുള്ളിയിലാണ്. കൊളപ്പുള്ളിയിൽ അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് നടക്കാവുന്ന ദൂരം തന്നെയുള്ളൂ കൊളപ്പുള്ളിയിൽ നിന്ന്. ഷൊർണൂർ റൂട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുകയും ചെയ്യും. പിന്നെ അവിടെ കണ്ടോ വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ടൈപ്പ് വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിറയെ കാറുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര എനിക്കിഷ്ടമായി. നല്ല നല്ല കാറുകൾ, ഒരു എന്താ പറയുക, പഴമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പല കാറുകൾ. ഇവിടെ ഉള്ള ആൾ ഭയങ്കര ഒരു ബുദ്ധൻ്റെ ഒരു വിശ്വാസമൊക്കെയാണ് തോന്നുന്നു. ഫുൾ അങ്ങനത്തെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി, നമുക്കിങ്ങനെ റിലാക്സ് ആവാൻ പറ്റുന്ന ടൈപ്പ്. ഇപ്പോൾ കല്യാണത്തിന് വരുന്നവരാണെങ്കിലും കല്യാണം അവിടെ നടന്നോട്ടെ, നമുക്ക് പുറത്ത് എൻജോയ് ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ. മറ്റേത് പറഞ്ഞാൽ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു തിരക്കിൽ അങ്ങനെ അങ്ങ് പോണ ഒരു സംഭവമാണല്ലോ. ഇത് പറഞ്ഞാൽ അവിടെ എന്ത് നടന്നോട്ടെ, നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ട ബോട്ടിൻ്റെ ആ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അത് കൂടെ ഒന്നിങ്ങനെ റൗണ്ട് അടിക്കാറുണ്ടായിരുന്നു. അതാണ് മിനി ഹാൾ. അവിടെ കുറേ അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കുറേയൊക്കെ മനസ്സിലാവുണ്ടാവും വിചാരിക്കണോ. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് തിരിച്ച് പോവാനുള്ള സെറ്റപ്പിലാണ്. കുറച്ച് നേരം അവിടെ നിന്നില്ല കേട്ടോ, വേഗം തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നിന്നു. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി കുറച്ച് ദൂരം നടന്ന്. അപ്പോൾ ഏട്ടൻ വന്നു. പിന്നെ ഏട്ടൻ്റെ കൂടെ കുറച്ച് 2 സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രൈഡ് ആൻഡ് ഗ്രൂം ഞങ്ങൾ ഫ്രണ്ട്സ്, +2 ഫ്രണ്ട്സാണ് ഫുള്ള്. ബ്രൈഡ്
എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ് സ്നേഹ ആൻഡ് അരുണേട്ടൻ. അടിപൊളിയായി ജീവിക്കുക, എക്സ്പ്ലോർ ചെയ്തിൽ ജീവിക്കുക. സെക്കൻഡ് ഡ്രസ്സാണിത്. ഇത് പിന്നെ റിസപ്ഷൻ ലുക്കും. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് അംഗനവാടിയിലേക്കാണ്. അതിൻ്റെ ഇടയിൽ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ സ്റ്റുഡൻ്റാണത്. അപ്പോൾ ഒരാഴ്ച പോകുമ്പോൾ നമുക്ക് ഓരോ കുട്ടികളെ പുറത്തേക്ക്. അപ്പോൾ നമ്മളിന്ന് ജൂനിയർ അബാക്കസിൻ്റെ സ്റ്റുഡൻ്റാണ് കേട്ടോ. എത്രയാണ് അബാക്കസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് മീ. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ അറ്റ് പനമണ്ണ സൗത്ത് ആൻഡ് മായനൂർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അതും കൂടി കഴിയട്ടെ ഇഷ്ടമാണ്. ഓക്കെ. Close your eyes and set 0. Add 7, 1, less 2, 1, 1, less 5, 1, 5, less 4, 2, 2, less 2, add 2, less 1, add 1. Answer. So bye, see you in the next video.